ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ അന്ന് മുതൽ ആ ഒരു ദിനം മുതൽ അൺപ്രഡിക്റ്റബിൾ ആയി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സീസണാണ്. ആദ്യ ആഴ്ച രതീഷിന്റെ അമിത ആവേശമായിരുന്നു. രണ്ട് തരത്തിലുള്ള കംപ്ലയിൻസ് ആയിരുന്നു പ്രേക്ഷകർക്കുണ്ടായിരുന്നത്. രതീഷിന്റെ ചെവിതല കേൾപ്പിക്കാൻ പറ്റാത്ത ഗെയിം അപ്രോച്ച്, അന്യായ വെറുപ്പിക്കല്. പിന്നീടുള്ളത് ടോട്ടൽ ഗെയിമിന്റെ മൂഡ് സ്പോയിൽ ചെയ്യുന്ന ആ ഒരു പരിപാടി. ഇതുകൊണ്ട് ഹൗസിലുണ്ടായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രതീഷിന്റെ ഗെയിം ഒട്ട് ഗുണപ്പെട്ടില്ല രതീഷിന്. അതേപോലെ കണ്ടസ്റ്റൻസ് തമ്മിൽ നല്ലൊരു അകലം ഉണ്ടായി. ആദ്യ ദിനം തന്നെ പ്രശ്നങ്ങളുമായിട്ട് വന്ന അമിത ആവേശക്കാരനോടൊപ്പം കൂടുന്ന ആളുകളെയാണ് ഹൗസിൽ കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഹൗസിൽ പല ആൾക്കാരും പല പല ഗ്രൂപ്പുകളായിട്ട് മാറുകയുണ്ടായി. ഈ പല പല ഗ്രൂപ്പുകളായി മാറിയതിനോടൊപ്പം തന്നെയാണ് ഈ ജാസ്മിനും ഗബ്രിയൊക്കെ ഗ്രൂപ്പായിട്ട് വരുന്നത്. ഇപ്പോൾ ടോട്ടലി എല്ലാ ആൾക്കാരും ആ ഒരു കോംബോയ്ക്കെതിരെ ഗെയിം കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും എല്ലാ ആൾക്കാരും കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളാണ്. എല്ലാ ആൾക്കാരും ഡിയോ ഗ്രൂപ്പുകളാണ്. വീക്കെൻഡിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്ക് രതീഷിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചെങ്കിലും പറ്റിയിരുന്നു എന്നുണ്ടെങ്കിലും ഹൗസിലാകെ മൊത്തം പ്രശ്നങ്ങളാവുകയും ഒരു തരത്തിൽ രതീഷ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതിനുശേഷം പിന്നീടും കണ്ടസ്റ്റൻസിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. എല്ലാ ആൾക്കാരും രതീഷ് പിന്തുടരുന്ന ആ ഒരു പാതയാണ് പിന്തുടരുന്നത്. അതേപോലെ റോക്കി രതീഷൊക്കെ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപുള്ള പ്രതികരണങ്ങളിൽ പോലും പറഞ്ഞൊരു സംഗതിയുണ്ട്: ഞങ്ങൾ ഗെയിം കളിക്കാനാണ് പോകുന്നത്, നോമിനേഷനിൽ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവര് ഉറപ്പിച്ചാണ് വന്നത്. പ്രൊവോക്കിംഗ് ആണ് അവരുടെ സ്ട്രാറ്റജി എന്നുള്ളത്, അല്ലെങ്കിൽ ആൾക്കാരെ ചൊറിയുക എന്നുള്ളതാണ് അവിടെ വേണ്ടത് എന്ന് ഉറപ്പിച്ചു വന്ന ആൾക്കാരാണ്. അങ്ങനെ റോക്കിയുടെ ഗെയിം ആകെ മൊത്തത്തിൽ കുളമാകുന്നു. അദ്ദേഹവും ഹൗസിന് പുറത്തേക്ക് പോകുന്നു. റോക്കിയുടെ ഗെയിം കൂടെ ഇല്ലാണ്ടായപ്പോഴത്തേന് ഹൗസിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഒരാൾക്കും ഇനി ഗെയിം ഇല്ല, കണ്ടെത്തണം. ഈ പിൻപറ്റുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് മജോറിറ്റി അവിടെ പിന്തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാൻ സാധ്യതയുള്ളത് ആരെ ആയിരിക്കാം എന്ന് ഒരു ഊഹക്കണക്ക് അവരങ്ങോട്ട് ഇടും. അവരുടെ പിറകെ അങ്ങോട്ട് ഗെയിമുമായിട്ട് പോകും. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ എതിർക്കാൻ സാധ്യതയുള്ള ആളുകൾ ആരായിരിക്കാം, അപ്പോൾ അവരുടെ പിറകെ ഗെയിമുമായിട്ട് പോകുന്നു. അതേപോലെ ചില ആളുകൾ അത്ര കൂടെ കഷ്ടപ്പെട്ടില്ല. ചില ആളുകൾ ചിന്തിച്ച് ഇങ്ങനെയാണ്: ഏറ്റവും കൂടുതൽ 4-ലധികം ആളുകൾ ഒരാളെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഞാനും എതിർത്തേക്കാം. അതേപോലെ 4-ലധികം ആൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനും അവരെ സപ്പോർട്ട് ചെയ്തേക്കാം. അല്ലാതെ ആർക്കും പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നോമിനേഷൻ വേളകളിൽ ഇപ്പോൾ ശ്രീതു, ശരണ്യ, സുരേഷ് ഏട്ടൻ അവരൊക്കെ വലിയ മടിയാണ്. അവരങ്ങോട്ട് പറയണം ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവരെ വിടാനായിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ളൂ. വേറെ ഒന്നിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. കോമൺ ആയിട്ട് ഒരാളുടെ എനിമിയായിട്ട് ഇപ്പോൾ റോക്കി സിജോനെ ഒരു ശത്രുവായിട്ട് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ റോക്കി സിജോയ്ക്കെതിരെ ഗെയിം കളിക്കുന്നുണ്ട് എന്ന് ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പല ആളുകൾക്ക് അറിയാം. അപ്പോൾ സിജോ ഒരു വലിയ ഗെയിമറാണ് എന്ന് റോക്കി പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ഗെയിമർ എന്ന് ഇവർ വിചാരിക്കുന്ന ആൾ പറയുന്നത് കേട്ടു, ശ്രീരേഖ പറയുന്നത് കേട്ടു, ഗബ്രി പറയുന്നത് കേട്ടു. അപ്പൊ എല്ലാവരും കൂടെ സിജോയ്ക്കെതിരെ അങ്ങോട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ നോമിനേഷൻ വേളയിലൊക്കെ സിജോയെ ഏറ്റവും കൂടുതൽ ആളുകൾ നോമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആർക്കെങ്കിലും സിജോ ആയിട്ട് ഗെയിം ഉണ്ടായിട്ടാണോ? ഒന്നുമല്ല. കുറേയധികം ആളുകൾ സിജോനെ ഒരു ഗെയിമർ എന്ന് പറയുന്നു. അന്നെങ്കിൽ ഞങ്ങൾ സിജോയെ ഗെയിമിൽ തോപ്പിച്ചേക്കാം. അതേപോലെ അപ്സരയൊക്കെ കുറേയധികം ആളുകൾ എതിർക്കുന്നുണ്ട്. ഇന്നലെ ഋഷി പറഞ്ഞ ഒരു ഡയലോഗ് കേട്ടില്ലേ? എനിക്ക് അപ്സര ഇഷ്ടമില്ല, അവള് ഗെയിം കളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അവള് കപ്പടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവൻ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അതേപോലെ റോക്കി പോയ സമയത്ത് പൊട്ടിക്കരയുന്ന സമയത്ത് റോക്കി ചെയ്ത ഒരു ആക്ടിനെ കുറിച്ചിട്ടല്ല അവർ പൊട്ടിക്കരയുന്നത്. അവര് രാവിലെ ആലോചിച്ച ആ ഒരു ടീമിൽ നിന്ന് ഒരാൾ പോയിരിക്കുന്നു, അതിലാണ് പൊട്ടിക്കരയണത്. അല്ലാതെ ഋഷിയുടെ കരച്ചിൽ എന്തെങ്കിലും മനുഷ്യത്വം തോന്നിയോ? ഇടി കൊണ്ട് കിടക്കുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ട്, അവനെ കുറിച്ചിട്ട് ആർക്കും ഒരു ആലോചനയൊന്നുമില്ല. അപ്പോഴേ അവർ മറ്റേ ഗെയിം ഇട്ടു. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ റോക്കിയാണ്. റോക്കിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സഹതാപ ഹൗസിലുണ്ട്. പുറത്തും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് സീസണുകളിൽ ഫിസിക്കൽ അസോൾട്ട് ആരോപിക്കുന്ന ആൾക്കെതിരെ ഹെയ്റ്റ് ഉണ്ടാവുന്ന ഒരു രീതിയുണ്ട്. ആര് കാരണമാണോ പുറത്തേക്ക് പോകുന്നത് അയാൾക്കെതിരെ ഒരു ഹെയ്റ്റ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തു പോയ ആളുടെ ഒപ്പം നിന്നേക്കാം. എല്ലാവരും കൂടെ റോക്കിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. നോറയൊക്കെ അപ്പോഴത്തേന് ഭയങ്കര നോറ ആക്ട് ചെയ്യാണെന്ന് നോറയ്ക്കറിയാം. ഇന്നലെ പറഞ്ഞിരുന്നു. നോറ പറഞ്ഞു സിജോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ഭയങ്കര മോശമായി പോയി, ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? പുറത്ത് നിന്ന് തന്നെ പ്രൊവോക്കിംഗ് ആണ് തങ്ങളുടെ ഗെയിം എന്ന് ഉറപ്പിച്ച് വന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് പോയി സിജോയ്ക്ക് അടി കിട്ടുന്നു. ഇനി സിജോയ്ക്ക് അടി കിട്ടിയ കാര്യത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വേദനാജനകമാണ്. സിജോ ഗെയിമിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്, പെർമനന്റ് ആയിട്ട് പോകുന്നു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുണ്ട്. ചിലപ്പോൾ അവർക്ക് അതിൽ ഉറപ്പുണ്ടായിരിക്കും. എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. നമ്മളിങ്ങനെ ഇൻസൈഡ് ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു ചാനൽ അല്ലല്ലോ. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു ദുരന്തമായിരിക്കും അത്. ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ചരിത്രത്തിൽ, മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടാവുന്ന സമയത്ത് ഇതൊരു വലിയ പാടാണ്. ആളുകൾ ഇങ്ങനെ വിചാരിക്കുന്ന, ആളുകൾ ട്രൈ ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു ഈ ഫിസിക്കൽ അസോൾട്ട് പരിപാടികൾ. ഇപ്പൊ കഴിഞ്ഞ തവണ ജുനൂക്കൊക്കെ ഇങ്ങനെ അഖിൽ മാരാറുടെ അടുത്തേക്ക് ചെന്ന് അടിപ്പിക്കാനായിട്ടും അടി വാങ്ങാനായിട്ടും ഒക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അവരാരും വിചാരിക്കുന്നില്ല അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. ആരും വിചാരിക്കുന്നില്ല.
അപ്പം ഇവര് പ്രകോപിപ്പിക്കുന്ന എന്തിനാണ്? പ്രൊവോക്കിംഗ് ഗെയിം. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പ്രൊവോക്കിംഗ് ഗെയിമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കമന്റ് ബോക്സിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ഈ പ്രൊവോക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നിലവാരം കുറഞ്ഞ LKG മാസ് സാധനം അടിച്ച് പ്രൊവോക്ക് ചെയ്യുന്ന ആളുകൾക്ക് വലിയ ഫാൻ ബേസ് ഉണ്ട്. റൂക്കിയൊക്കെ അങ്ങനെ ഒരു ഡയലോഗൊക്കെ കാണാപ്പാടം പഠിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കുന്നില്ല ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയായിരിക്കും. ആൾക്കാർ വിചാരിക്കുന്നത് മറ്റേ റിയാസിന്റെ കയ്യിൽ തൊട്ടതുപോലെ അല്ലെങ്കിൽ പിടിച്ചതുപോലെ ഇയാൾ പിടിക്കുമായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ ദേഹത്ത് മുട്ടുമായിരിക്കും, അപ്പോൾ ഫിസിക്കൽ അസോൾട്ട് ആരോപിക്കാം. ശരിക്കും എത്രത്തോളം ഉറപ്പിക്കാൻ പറ്റും അങ്ങനെ സംഭവിക്കൂ എന്നുള്ളത്? അതിന്റെ ഏറ്റവും പ്രഥമ ഉദാഹരണമാണ് ഇന്നലെ സിജോയ്ക്കിട്ട് കിട്ടിയ അടി. സിജോ അടക്കമുള്ള ഗെയിമേഴ്സ്, ഇനി ഇത് കണ്ടിട്ട് വരുന്ന ഗെയിമേഴ്സ് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഈ പ്രൊവോക്കേഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ തല്ലട പിടിക്കട എന്നൊക്കെ പറഞ്ഞ് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് എല്ലായ്പ്പോഴും ഗെയിമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു വഴി മാത്രമായിരിക്കില്ല, നമുക്കിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. അത് എല്ലാവർക്കും പാഠമാവേണ്ട സംഗതിയാണ്. ഒരുത്തൻ അടിക്കൂ എന്ന് പറയുമ്പോഴത്തേന് അവൻ്റെ അടുത്ത് പോയി മറ്റേ നമ്മൾ ഷോ കാണിച്ച് അല്ലെങ്കിൽ നീ ഒന്ന് അടിക്കട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അത് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ അടിച്ചു കഴിഞ്ഞാൽ ചെകിട്ടിനൊക്കെ കിട്ടുന്ന അടിയല്ലേ. ഇപ്പോൾ സിജോയ്ക്ക് നല്ല ശക്തമായിട്ടുള്ള പെയിൻ ഉണ്ട്, പല്ല് പോലും തേക്കാൻ പറ്റുന്നില്ല, ശക്തമായിട്ടുള്ള പെയിൻ ഉണ്ട്, താടിയിലിന് പരിക്കുണ്ട് എന്നറിയാൻ കഴിഞ്ഞു, കർണപടത്തിന് പ്രശ്നമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഇതൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ നിന്ന് കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊവോക്കിംഗ് സ്ട്രാറ്റജി കൊണ്ട് ആർക്ക് എന്ത് ഉപകാരം? രണ്ടാളും പുറത്തേക്ക് കൊണ്ടുവരും, രണ്ടാൾക്കും വലിയ ലോസ് ഉണ്ടാവും. ഇപ്പോൾ 6 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ കാത്തിരിപ്പിനൊടുവിലൊക്കെയാണ് റോക്കി ബിഗ് ബോസിലേക്ക് എത്തുന്നത്. റോക്കിയുടെ ഇതിനു മുൻപുള്ള ഇന്റർവ്യൂസും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര സ്ക്രിപ്റ്റഡ് ആണ് പുള്ളിയുടെ ലൈഫ്. ബിഗ് ബോസുമായിട്ട് കണക്ട് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈഫ് പോലെ പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു എഫേർട്ടാണ് ഒറ്റ അടി കൊണ്ട് സെക്കൻഡ് കൊണ്ട് ഇല്ലാണ്ടായി പോകുന്നത്. അതേപോലെ അതിനകത്ത് ഏറ്റവും വലിയ ചടങ്ങ് പുള്ളി ഉണ്ടാക്കി വെച്ച ഒരു വലിയ മാസ് ഇമേജ് ഉണ്ട്. ഡയലോഗ് അടി, പുള്ളിയുടെ ചില ഐഡിയോളജികൾ, പുള്ളിയുടെ ഡ്യുവൽ പേഴ്സണാലിറ്റി, റോക്കി, യസ്സി, പ്രൊഫഷണൽ, ഷെഫ്, റൈഡർ, ഭയങ്കര മിടുക്കൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സാധനം അടിച്ചു വെച്ചിട്ടുണ്ട്. എത്ര ഇൻഫ്ലുവൻസേഴ്സ് ആണ് അന്നെങ്കിൽ ഇനി റോക്കിയാണ് താരം എന്നെങ്കിൽ ആ കൂടെ നിന്നേക്കാന്ന് വിചാരിച്ചിട്ട് ഞായറാഴ്ച തന്നെ പ്ലേറ്റ് മാറ്റിയ ആൾക്കാർ. മെയിൻ ചാനലുകളിൽ പലരും റോക്കിയുടെ കുശാഗ്ര ബുദ്ധി, റോക്കിയുടെ ഗെയിം പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളാൻ തുടങ്ങി. കാരണം അവർ വിചാരിക്കുന്നില്ല ഇനി മുന്നോട്ടേക്ക് ഇയാൾ ഈ മണ്ടത്തരം കാണിക്കും എന്നുള്ളത്. എല്ലാം തച്ചുടഞ്ഞു. ഒരു അരമണിക്കൂറിൽ പുള്ളി ഒന്നുമില്ലാണ്ടായിപ്പോയി. ആ കൺഫെഷൻ റൂമിൽ കയറിയിട്ടുള്ള കരച്ചിൽ എന്ന് പറഞ്ഞാൽ ആ കരച്ചിൽ അവിടെ തന്നെ പുള്ളിക്ക് ജെന്യൂനിറ്റി കാണിക്കാൻ പറ്റിയില്ല. ആ കരച്ചിലിൽ തന്നെ ഞാൻ അടിക്കരുതെന്ന് പറഞ്ഞാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കാലുപിടുത്തമാണ് നമ്മൾ കണ്ടത്. ഒരു കനിവ് പുള്ളി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ, അവർ റിസ്ക് എടുക്കില്ല. കാരണം പുറത്താരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളകത്തുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഷോ മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ശരീരത്ത് കൈവെക്കുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അവരെടുത്ത് പുറത്തിടും. കാരണം പിന്നെ നമുക്കിതുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ, പിന്നെ അവരായി പുറത്ത് വേറെ നോക്കിക്കോളും. സിജോയുടെ എഫേർട്ട് ഇപ്പോൾ വെറുതെ ആയില്ലേ? വെറുതെ ഈ തല്ല് എന്നൊക്കെ പോയി നിന്ന് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവൻ ഒരു ബോധമില്ലാത്ത ഒരുത്തനാണ് എന്നുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് വല്ലതും പറ്റുന്നത്. അപ്പോൾ ഈ തല്ലിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്ന നാണക്കേടായിട്ട് ആരും വിചാരിക്കണ്ട. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആൾക്ക് ഇങ്ങനെ അവരിങ്ങനെ വഴി വെച്ച് കണ്ട ഒരു കശപശയാണ്. ബൈക്കിൽ പോയ സമയത്ത് ആരോ കമൻ്റ് അടിച്ചു, പോയി ചെറിയ രീതിയിൽ റേസായി, അമ്മാര് ഹെൽമെറ്റ് വെച്ച് അടിച്ചു, അവിടെ വെച്ച് ബോധം പോയി. അത് ഇത്തിരി ഇങ്ങനെ കൂടിയിട്ടുള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കായിരുന്നു. അപ്പം ഇത് ചിലപ്പോൾ റിഫ്ലെക്സ് കൊണ്ടും അടിയൊക്കെ വരും, നമ്മളൊന്ന് തൊടുന്ന സമയത്ത് കിട്ടും. ഏതായാലും സീസൺ 6ൻ്റെ ഗതി അതോ ഗതിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.